Hello everyone, welcome to my YouTube channel. Class 10 Maths-ന്റെ arithmetic sequence, first chapter arithmetic sequence, അതിൻ്റെ third class ആണിത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ നമ്പർ സീക്വൻസസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കിനി ചെയ്യാനായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ്. ശ്രദ്ധിക്കാം. In the picture below, the perpendiculars drawn from the bottom line are equally spaced. അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഹൈറ്റുകളാണ് പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെർപെൻഡിക്കുലേഴ്സും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നോക്കാം. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഹൈറ്റ്സ് ഓഫ് ദി പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ഫ്രം ദിസ് ഫോം ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് ഒന്നുമില്ല, ഈ ഹൈറ്റുകളുണ്ടല്ലോ, ഈ കാണിച്ചിരിക്കുന്ന റെഡ് ലൈനുകൾ എന്ന് പറയുന്നത് അവരുടെ വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താണ്, അവർ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹിൻറ്റ് അവരവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഡ്രോ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദി ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലർ ടു ദി നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. അതായത് ഓരോ പെർപെൻഡിക്കുലറിൽ നിന്ന് എന്ത് ചെയ്യാം, ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വരച്ചിടുക. ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് ഉപയോഗിച്ച് നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നോക്കാം. പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഡി ആണെങ്കിൽ ഇത് എല്ലാം എന്താണ്, ഡി തന്നെയാണ്. ഡി ഡിസ്റ്റൻസ് ആണ് ഇവരുടെ ഇടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ദൂരമാണ്. ഇനി ഹൈറ്റുകൾ നമുക്ക് H1 എന്നും H2, H3, H4 അങ്ങനെ പറഞ്ഞ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. H1, H2, H3, H4, H5 ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഹൈറ്റുകൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്, H1, H2, H3 എന്നൊക്കെ പറയുന്ന ഈ ഹൈറ്റുകൾ എന്ന് പറയുന്നത് എന്താണ്, അവർ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇവർക്കൊരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ആ കോമൺ ഡിഫറൻസ് ആയിരിക്കും ആഡ് ചെയ്ത് പോകുന്നുണ്ടാവുക. നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ, ഈ ട്രയാങ്കിൾസിനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. ഈ ട്രയാങ്കിളിനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഞാൻ കുറച്ചുകൂടി വലുതാക്കി ഈ ഫിഗർ ഒന്ന് വരയ്ക്കാം. നോക്കുക, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് H1 എന്ന് പറയുന്ന ഹൈറ്റ്, H2, H3, H4. ഇപ്പോൾ ഇവിടെ വരെ നിൽക്കട്ടെ, H4 വരെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഡി ആണ്, ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളിനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ കുഞ്ഞു റൈറ്റ് ട്രയാങ്കിൾസിനെയാണ്, ഇൻക്ലൂഡിങ് ദിസ്. ഈ ട്രയാങ്കിൾ ഉൾപ്പെടെയുള്ള ട്രയാങ്കിൾസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം ഇതാണ്. ഇവിടെ ഈ പറയുന്ന ട്രയാങ്കിളുകളുടെ എല്ലാം ഓരോ ട്രയാങ്കിളിനും ചെറുതായിട്ടൊന്ന് പേര് കൊടുക്കാൻ ഞാൻ A, B, C, D, E, F, G, H, I. ഓക്കെ, ഇത്രയും പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഓരോ ട്രയാങ്കിൾസിനെയും കൺസിഡർ ചെയ്യുകയാണ്. ആദ്യം ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടെ D എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, അതുപോലെ ഈ ഡിസ്റ്റൻസ് D ആണ്, ഈ ഡിസ്റ്റൻസും D ആണ്, ഈ ഡിസ്റ്റൻസും D ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡും ഒരാംഗിളും ഒരു സൈഡും ഒരാംഗിളും ഈക്വലാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഈ AI എന്ന് പറയുന്ന ഈ ലൈന് ഇത് ഒരേ സ്ലോപ്പിലല്ലേ, ഒരേ ചെരിവല്ലേ ഇതിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളുകളും തുല്യമായിരിക്കും. 1, 2 ഈ ആംഗിളുകളും തുല്യമായിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾസ് ആയിട്ടുള്ള ABCയും CDEയും EFGയും HIGയും ഇതെല്ലാം എന്തായിരിക്കും, ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ആയിരിക്കും. അതായത് ഒരു സൈഡും തുല്യമാണ്, രണ്ട് ആംഗിളുകളും തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡും രണ്ട് ആംഗിൾസും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന സൈഡും, അപ്പോൾ അതിന് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈ ട്രയാങ്കിളുകളെല്ലാം തന്നെ എന്താണ്, ഈക്വൽ ട്രയാങ്കിളുകളാണ്. മനസ്സിലായോ? അപ്പോൾ ഈക്വൽ ട്രയാങ്കിളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ്,
അതിൻ്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കില്ലേ? അതായത് ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്താണ്, ട്രയാങ്കിൾ CDE ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡുകളും തുല്യമായിരിക്കില്ലേ? അതായത് AB ഈക്വൽ ടു CD നമുക്ക് ഓൾറെഡി അറിയാം. ഇനി അല്ലാത്ത BC ഈക്വൽ ടു EDയും ആയിരിക്കും, അതുപോലെ ED ഈക്വൽ ടു FG ആയിരിക്കും, FG ഈക്വൽ ടു HI ആയിരിക്കും. ഇതെല്ലാം എന്തായിരിക്കും, എല്ലാ സൈഡുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന BC എന്ന് പറയുന്ന സൈഡ്, ED എന്ന് പറയുന്ന സൈഡ്, ഈ സൈഡിന് എല്ലാത്തിനും ഞാനൊരു X എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ BC ഈക്വൽ ടു ED ഈക്വൽ ടു, ഫിഗറിൽ ശ്രദ്ധിക്കണേ, BC ഈക്വൽ ടു ED ഈക്വൽ ടു GF ഈക്വൽ ടു HI ഈക്വൽ ടു ഞാൻ എന്താണ്, ഒരു X എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. കുഴപ്പമില്ല, എല്ലാ വാല്യൂസും എന്താണ്, തുല്യമാണ്. അപ്പോൾ ഞാനിതിനെ X എന്ന് കൊടുത്തു, എല്ലാ വാല്യൂസും എന്താണ്, X എന്ന് കൊടുത്തു. ഇനി നമ്മളുടെ ഫിഗറിലോട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ഓരോ ഹൈറ്റുകളെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. H1 എന്ന് പറയുന്ന ഹൈറ്റ് എന്താണ്, H1 എന്ന് പറയുന്ന ഹൈറ്റ് ഈക്വൽ ടു X ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഫസ്റ്റ് ഹൈറ്റ് ആണല്ലേ, ഫസ്റ്റ് ഹൈറ്റാണ് H1 എന്ന് പറയുന്നത്. അതെന്താണ്, അത് Xനോട് തുല്യമാണ്. ഇനി രണ്ടാമത്തെ ഹൈറ്റായിട്ടുള്ള H2 എന്താണ്, H2 എന്ന് പറയുന്നത് ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസിനോട് X കൂട്ടുന്നതല്ലേ? അപ്പോൾ ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസിനെ ഞാനിപ്പോൾ അപ്പോൾ ഞാൻ M എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇത് M പ്ലസ് N ആണ്. ഓക്കെ, ഇനി എഗെയിൻ ഈ ദൂരം എന്ന് പറയുന്നതിനോടും X കൂട്ടിയല്ലേ പോകുന്നേ. അപ്പോൾ അതായത് ഈ H2 എന്ന് പറയുന്ന ഹൈറ്റിനോട്, ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഇത് H1 തന്നെയാണല്ലോ, സോറി, അതൊരു നമുക്ക് H1 തന്നെയായിട്ട് എടുക്കാം. H1 പ്ലസ് X ആണല്ലോ കൂട്ടുന്നത്. ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ പറയാം. അപ്പോൾ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയുന്ന ഭാഗം വരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നോക്കാം, ഇവിടെ H1 എന്ന് പറയുന്നത് എന്താണ്, Xനോട് തുല്യമാണ്. ഇനി H2 എന്ന് പറയുന്നത് എന്താണ്, H2 എന്ന് പറയുന്ന ഹൈറ്റ് ഈ Xനോട്, അതായത് ഈ H1നോട് എന്ത് കൂട്ടുന്നതാണ്, X കൂട്ടുന്നതല്ലേ. അപ്പോൾ H1 പ്ലസ് X ആണ്. എഗെയിൻ ഈ H3 എന്ന് പറയുന്ന ഈ ഹൈറ്റ് നോക്കൂ, ഇതെന്ന് പറയുന്നത് H2നോട് X കൂട്ടുന്നതല്ലേ. H3 എന്ന് പറയുന്നത് H2നോട് X കൂട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഇതിനുള്ളിൽ മനസ്സിലായത്, ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഒരു കോമൺ ഡിഫറൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന H1, H2, H3 എന്ന് പറയുന്ന ഹൈറ്റുകൾ എന്താണ്, അവരൊരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് ഞാൻ ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഇതിലുള്ള എല്ലാ ഡ്രോയിങ്സും ഞാനൊന്ന് മാച്ച് കളയാൻ വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരാം. ശ്രദ്ധിക്കാം, നമ്മളിവിടെ എന്താണ്, നമുക്ക് ഈക്വലി സ്പേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഹൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ D എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഈ ഹൈറ്റുകൾ എന്ന് പറയുന്നത് തുല്യമാണെന്നല്ല, ഹൈറ്റുകൾ എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. അത് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താ ചെയ്തത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹിൻ്റ് അനുസരിച്ച് നമ്മൾ ഇവയെ ചെറിയ ട്രയാങ്കിൾസ് ആക്കി മാറ്റുകയും ഈ ട്രയാങ്കിൾസ് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ട്രയാങ്കിൾസ് തുല്യമാണ് അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ്, അങ്ങനെ പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ H1 എന്ന് പറയുന്ന ഹൈറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, X ആക്കി എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ദൂരങ്ങളും എല്ലാ ഹൈറ്റുകളും എന്താക്കി കിട്ടി, നമുക്ക് X ആക്കി കിട്ടി. അപ്പോൾ H1 എന്ന് പറയുന്നത് Xഉം H2 എന്ന് പറയുന്നത് എന്താണ്, H1 പ്ലസ് X, അതായത് പ്രീവിയസ് ടേം ആണ്. നമ്മുടെ ഹൈറ്റുകൾ നടക്കുന്നത് H1, H2, H3, H4 ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ H1 എന്ന് പറയുന്നത് X ആണ്, H1നോട് എന്ത് കൂട്ടാണ്, എഗെയിൻ ഒരു X ആണ് ആഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി H3 എന്ന് പറയുന്നത് എന്താണ്, H2നോട് എന്ത് കൂട്ടാണ്, X ആണ് കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രീവിയസ് ടേമിനോട് ഒരു കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കോമൺ ടേം നമ്മൾ ആഡ് ചെയ്ത് പോകുന്നുണ്ട്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് H1, H2, H3, H4, H5 എന്ന് പറയുന്ന Hn എന്ന് പറയുന്ന ഈ ഹൈറ്റുകളെല്ലാം തന്നെ എന്താണ്, ഈ ഒരു സീക്വൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈറ്റുകളെല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത സെഷനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു ചാപ്റ്ററിലെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പൊസിഷൻ, നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ സീക്വൻസസ് എഴുതി പോകുന്ന സമയത്ത് ഓരോ അംഗത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ടേം എന്ന് പറഞ്ഞു. ഇനി അവർ ഓരോരുത്തരും സ്ഥിതി ചെയ്യുന്ന ഓരോരോ പൊസിഷൻസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് അവരെങ്ങനെയാണ് റിലേറ്റഡ് ആയി കിടക്കുന്നത് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗം തുടങ്ങുന്നത് തന്നെ, ക്യാൻ യു റൈറ്റ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 1 and
11 ആസ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈസി ആണല്ലേ, നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 11 ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? 10 ആണ് ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തടുത്ത സീക്വൻസുകൾ എഴുതി പോകാൻ പറ്റും. 21, 31, 41 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും ഈ ഒരു സീക്വൻസ് പറയുന്നത്. ഇനി അടുത്തൊരു ഭാഗം നോക്കിക്കേ. ക്യാൻ യു റൈറ്റ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 1 and 11 ആസ് ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ടേം? ഓക്കെ, അപ്പോൾ നമ്മളുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ ആദ്യത്തെ ടേം 1ഉം മൂന്നാമത്തെ ടേം 11. ഇവിടെ ഒരു സാധനം മിസ്സിങ്. അപ്പോൾ മൂന്നാമത്തെ ടേം 11 ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്താണ് അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു കോമൺ വാല്യൂ ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ 1 എന്ത് ചെയ്യാണ്? 1 + d ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സെക്കൻഡ് ടേം കിട്ടും. ഓക്കെ, അതുപോലെ സെക്കൻഡ് ടേം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഈ സെക്കൻഡ് ടേമിനോട് എഗെയിൻ ഒരു ഡി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം പ്ലസ് ഒരു ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും. തേർഡ് ടേം എന്ന് പറയുന്നത് ആരാണ്? 11 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡീനെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യത്തെ ടേമിനോട്, അതായത് 1നോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും ഒരു ഡി കൂട്ടുന്നുണ്ട്, ഇവിടെയും ഒരു ഡി കൂട്ടുന്നുണ്ട്. 2 പ്രാവശ്യം ഡി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൂന്നാമത്തെ ടേമായിട്ടുള്ള 11 കിട്ടും. ഇപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2d = 11 - 1. ഈ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്? മൈനസ് ആവും. 11 - 1 2d = 10 എന്ന് വരും. 2d = 10 ആണെങ്കിൽ എന്താണ്? d = 10/2. 10/2 എത്രയാണ്? 5 ആണ്. സോ നമുക്ക് ഡി എത്ര കിട്ടി? 5 ആണ് കിട്ടി. അതായത് ഇവിടെ ആഡ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് ആരാണ്? 5 ആണ് ആഡ് ചെയ്ത് പോകുന്നത്. അതായത് ഫസ്റ്റ് ടേം 1 ആണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ആരായിരിക്കും? 1 + 5 6 ആയിരിക്കും. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ആരാണ്? 6 + 5 11 ആയിരിക്കും. നമുക്ക് സീക്വൻസ് എഴുതാൻ പറ്റിയില്ലേ? ഇതാണ് നമ്മുടെ സീക്വൻസ്. ഓക്കെ, 1, 6, 11, 16, 21 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പൊസിഷൻ ആൻഡ് ടേം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാം. പേജ് നമ്പർ 15 കുറച്ച് എക്സസൈസുകൾ തന്നിട്ടുണ്ട്. ഇൻ ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദി ടേംസ് ആർ നോട്ട് റിട്ടൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഒരു ഡാഷ് ഇട്ടേക്കുവാണ്, ഒരു സർക്കിൾ ഇട്ടേക്കാണ്. ഫൈൻഡ് ഔട്ട് ദീസ് ടേംസ്. അപ്പോൾ ഈ സർക്കിളിൽ മിസ്സിംഗ് ആയിട്ടുള്ള ടേമുകളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെറുപ്പം ക്ലാസ്സിലൊക്കെ ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ 24, 42 ഇതിൽ നമുക്ക് ഡി കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് പ്രോബ്ലം പറയുന്നത് 24ഉം 42 ആണ്. 24, 42 ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇവരുടെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണ്. 42-ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എന്ന് പറയുന്നത് നമുക്ക് 18 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കാമല്ലോ. അടുത്ത ടേം എന്താണ്? ഈ 42നോട് എന്ത് ചെയ്താൽ മതി? 18 ആഡ് ചെയ്ത് പോയാൽ മതി. 42നോട് 18 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് 60 ആണ്. ഓക്കെ, 60. ദെൻ 60നോട് 18 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 78 കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സീക്വൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സീക്വൻസിൽ എന്താണ്? രണ്ടാമത്തെ സീക്വൻസ് ഇവിടെയാണ്. ഇവിടെയും എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഡി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് എത്രയാണ്? അത് 18 ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേം, ഈ ആദ്യത്തെ ടേം കണ്ടുപിടിക്കാൻ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 24-ൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. മുൻപോട്ടുള്ള ടേമാണ്, സക്സസീവ് ആയിട്ടുള്ള ടേംസാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ കൂട്ടണം. പുറകോട്ടുള്ള ടേമാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കോമൺ ഡിഫറൻസിനെ കുറയ്ക്കണം. അപ്പോൾ 24-ൽ നിന്ന് 18 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് വരാം? 6 ആണ് വരാം അല്ലേ? 6ഉം 18ഉമാണ് 24 എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ടേം 6, രണ്ടാമത്തെ ടേം 24, മൂന്നാമത്തെ ടേം 42. ഇനി എന്ത് ചെയ്യണം? അടുത്ത സക്സസീവ് ടേമാണ്. നാലാമത്തെ ടേം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ 18 കൂട്ടണം. അതായത് നമുക്ക് എന്ത് വരും? 42 + 18 60 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. എഗെയിൻ ഇവിടെ ചിന്തിക്കാം. ഇവിടെ എന്താണ്? നമുക്ക് പുറകോട്ട് 2 ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 24 ഡിഫറൻസ് സെയിം ആണ്, 18 തന്നെയാണ്. 24-ൽ നിന്ന് 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6 കിട്ടും. ഇനി 6-ൽ നിന്ന് നമ്മൾ വീണ്ടും 18 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 - 18 അല്ലേ? ചെറിയ നമ്പറിൽ നിന്നാണ് നമ്മൾ വലിയ നമ്പർ കുറയ്ക്കേണ്ടത്. അപ്പോൾ എന്താണ്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ഇടണം. ഇപ്പോൾ ഇവിടെ വലിയ നമ്പർ ആരാണ്? 18 ആണ്. 18-ൽ നിന്ന് 6 കുറയ്ക്കുക, 12 കിട്ടും. എന്നിട്ട് വലിയ നമ്പറിൻ്റെ ചിഹ്നം ആരാണ്? അത് മൈനസ് ആണ്, നെഗറ്റീവ്. സോ അപ്പോൾ കൂടെ അടുത്ത ടേം എന്ന് പറയുന്നത് -12 കിട്ടും. സോ നമ്മുടെ ടേംസ് എന്ന് പറയുന്നത് -12, 6,
24 42 എങ്ങനെയാണ് പോകുന്നത്. ദെൻ അടുത്തത് നോക്കാം. അടുത്തത് 24 42. ഇത് നേരെ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ നമുക്ക് നേരെ 18 ഇടാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? 24 ആദ്യത്തെ ടേമും 42 മൂന്നാമത്തെ ടേമുമാണ്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 24നോട് 2 പ്രാവശ്യം ഡി കൂട്ടുന്നതല്ലേ 42 എന്ന് പറയുന്നത്. കാരണം 24നോട് ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിയുമ്പോഴേക്കും സെക്കൻഡ് ടേം കിട്ടും. ആ സെക്കൻഡ് ടേമിനോട് വീണ്ടും എന്ത് ചെയ്യാണ്? ഒരു പ്രാവശ്യം കൂടി ഡി കൂട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് 42 കിട്ടും. അതായത് ഇൻ എഫക്റ്റിൽ നമ്മൾ 24നോട് എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ഡി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 42 ലഭിക്കും. അതായത് 2D ഈക്വൽ ടു എത്രയാണ്? 42 മൈനസ് 24 ആണ്. ഓക്കെ, 42 മൈനസ് 24 ആണ്. അപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ വരുന്നത്? 42 മൈനസ് 24 എത്രയാണ് വാല്യൂ വരുന്നത്? 18 വാല്യൂ വരുന്നത്. ഓക്കെ, 2D ആണ്. അപ്പോൾ D ഈസ് ഈക്വൽ ടു 18/2 9 വാല്യൂ വരുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാണ്? 9 ആണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് പോകേണ്ടത് 24ൻ്റെ ഒപ്പം 9 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24ൻ്റെ ഒപ്പം 9 ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എത്രയാണ് വരിക? 33 വരും. 33ൻ്റെ ഒപ്പം 9 ആഡ് ചെയ്യുമ്പോൾ 42. 42ൻ്റെ ഒപ്പം 9 ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എത്രയാണ് വരുന്നത്? 51. ഇപ്പോൾ മനസ്സിലായി? ഇപ്പോൾ ഈ ടേം എന്ന് പറയുന്നത് 33 ഇതെന്ന് പറയുന്നത് 51 നാലാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി എഗെയിൻ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വരാണ്. ഇവിടെയും എന്താണ്? ഇവിടെയും സെയിം കേസിലാണല്ലേ. 24 കഴിഞ്ഞ് ഫസ്റ്റ് ടേം അറിയത്തില്ല. 24 കഴിഞ്ഞ് 2 പ്രാവശ്യം ഡി ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 42 കിട്ടുക. അപ്പോൾ സെയിം തിങ് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഡി എത്രയാണ് വരിക? 5th ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. 24ൻ്റെ ഒപ്പം നമ്മൾ 2 പ്രാവശ്യം ഡി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 42 ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇവിടെയും ഒരു ഡി ആഡ് ചെയ്യണം, ഇവിടെയും ഒരു ഡി ആഡ് ചെയ്യണം. കിട്ടിയോ? അപ്പോൾ സെയിം തന്നെ 2D ഈക്വൽ ടു 18, ഡി ഈക്വൽ ടു 9. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ പ്രീവിയസ് ടേം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 24ൽ നിന്ന് 9 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 15 വരും ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 24ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അത് 15 ആണ്. സിമിലർലി അടുത്ത ടേം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 24 പ്ലസ് 9 ചെയ്യണം. അത് എത്രയാണ്? 33 ആണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത് 15, 24, 33, 42 ഇങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. എഗെയിൻ ഇനി നമുക്ക് അടുത്ത കേസിലോട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. 6ാമത്തെ ചോദ്യമാണ് പറയുന്നത്. 6ാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 24 പ്ലസ് ഇവിടെയും ഒരു ഡി ആഡ് ചെയ്യണം. അതായത് ഒരു ഡി പ്ലസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 2ാമത്തെ ടേം കിട്ടും. ദെൻ ഒരു ഡിയും കൂടെ പ്ലസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 3ാമത്തെ ടേം കിട്ടും. എഗെയിൻ ഒരു ഡിയും കൂടെ പ്ലസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 4ാമത്തെ ടേം ആയിട്ടുള്ള 42 കിട്ടും. അതായത് ഇവിടെ 24ൻ്റെ ഒപ്പം നമ്മൾ എത്ര ഡികൾ ആഡ് ചെയ്യുന്നുണ്ട്? 3 ഡികൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 42 ലഭിക്കും. അതായത് 3D ഈക്വൽ ടു 18 ആണ്. ഡി ഈക്വൽ ടു 18/3 ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ 6 ആണ്. അപ്പോൾ 24ൻ്റെ ഒപ്പം 6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 കിട്ടും. 30, ദെൻ 30യുടെ ഒപ്പം 6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 36 കിട്ടും. 36ൻ്റെ ഒപ്പം 6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 42 കിട്ടും. സോ നമ്മളുടെ സീക്വൻസ് എന്ന് പറയുന്നത് 24, 30, 36, 42. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസുകൾ എഴുതാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടേംസും പൊസിഷൻസും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് പഠിക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കാം. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.